शहरे रमजान शहरे गुफरान शहरे फुरकान शहरे ईमान തോരാ മഴ പോലെ നനവുള്ള റമദാനിദ നോമ്പിന്റെ അനുഭൂതി നിറയുന്ന സുഗന്ധം സദാ. അപ്പൊ ഈ 30 നോമ്പും ഈ ഒരു യാത്രക്കാർക്കുള്ള നോമ്പ് തുറ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. കഴിഞ്ഞ 11 വർഷമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 12 വർഷം എല്ലാ ദിവസവും ഉണ്ടാവും. അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നോമ്പുതുറ വഴിയാത്രക്കാർക്കുള്ള നോമ്പുതുറ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൊളപ്പുറം അങ്ങാടിയിൽ വെച്ച്. എങ്ങനെ 12 വർഷമായിട്ട് നോമ്പുതുറ നടക്കുന്നുണ്ട്? കഴിഞ്ഞ 12ാമത്തെ വർഷമാണ്, തുടർച്ചയായിട്ടുള്ള 12ാമത്തെ വർഷമാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി കീഴിൽ നമ്മളിവിടെ നടത്തുന്നത്. കഴിഞ്ഞ 12 വർഷവും നമ്മൾ ഇതുപോലെ ഹൈവേയുടെ നമ്മൾ ഓഫീസിന് മുൻവശത്തായിട്ട് നമ്മുടെ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ഒരുപാട് യാത്രക്കാർക്ക് നമുക്ക് ഈ സമയമാകുമ്പോൾ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് യാത്രക്കാരുണ്ടാവും നോമ്പ് തുറ സമയത്ത്. അപ്പോൾ അവർക്ക് നമ്മളാലാവുന്ന ഒരു സഹായം നമ്മളെല്ലാവരും സഹായത്തോടും കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നോമ്പിന് തുടക്കമാണ്, ആദ്യം ഫസ്റ്റ് നോമ്പ് തന്നെയാണ്. ഫസ്റ്റ് നോമ്പാണല്ലോ, നമ്മൾ 12ാമത്തെ വർഷത്തെ ആദ്യത്തെ നോമ്പാണ്. എല്ലാ പ്രവർത്തകരുണ്ട്, യൂത്ത് ലീഗിൻ്റെ MSFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയുണ്ട്. കാരണം ഈ സമയമാകുമ്പോൾ അവർ എല്ലാം നമ്മുടെ പ്രവർത്തകർ വന്ന് നമ്മുടെ റോഡിൽ വരി നിന്ന് എല്ലാ ഭാഗത്തുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രവർത്തകരും വളരെ ആവേശത്തിലാണ് ഈ ഒരു മാസം നമ്മളിത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാവാറുണ്ട്. സാധാരണക്കാരായ ആളുകളും വിവിധ KMCC ഗ്രൂപ്പുകളും എല്ലാവരും സ്പോൺസർ ചെയ്ത സമ്പത്ത് കൊണ്ടാണ് ഈ പരിപാടി 12 വർഷമായിട്ട് നടന്നു വരുന്നത്. ഒരുപാട് ആളുകൾ പുണ്യം ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നഗർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗാണ്. കഴിഞ്ഞ 12 വർഷമായി നടന്നു വരുന്ന റാഹത്തായി നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് സഹായം തന്നെ. നമ്മളോടൊക്കെ വിദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങളെ നാട്ടിലെ യൂത്ത് ലീഗിൻ്റെ ഈ നോമ്പുതുറൻ്റെ കിറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു യാത്രക്കാർ അനുഭവം പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു. ഒരുപാട് ആളുകൾക്ക് ഇത് ഗുണകരമായി തീരുന്നുണ്ട്. 12 വർഷം മുന്നേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ചുറ്റുവട്ടത്തൊന്നും ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. അന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ അല്ലേ നമ്മൾ ഫസ്റ്റായിട്ടാണ് നമ്മളിങ്ങനെ സംവിധാനം ഇവിടെ യാത്രക്കാർക്ക് എന്നുള്ളതിൽ നമ്മൾ ഓപ്പൺ ആക്കിയത്. അതിനുശേഷം പല ഭാഗങ്ങളിലും വന്നു. എന്നിരുന്നാൽ പോലും ഓരോ വർഷവും ഇതിന് യാത്രക്കാരായിട്ടുള്ള ആളുകൾ എണ്ണം കൂടാറാണ് പതിവ്. നമ്മൾ വാങ്ങിപ്പോകുന്ന ആളുകളുടെ എണ്ണം കൂടാറാണ് പതിവ്. ഈ സമയത്ത് അവർ നോമ്പ് തുറക്കാൻ എവിടെയെങ്കിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച് പെട്ടെന്ന് ദൂരത്തിൽ നല്ല സ്പീഡിൽ പോകുന്ന ആ ഒരു പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടെന്ന് കാണുമ്പോൾ അവർ അതിനനുസരിച്ച് ഒന്ന് സെറ്റായി വന്നാൽ അവർക്ക് ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ആ ഒരു സന്തോഷം, അതിനൊരു വഴി ഒരുക്കാനുള്ള സന്തോഷം കഴിയുക എന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പോൾ കൂരിയാട് അപകടം നടന്നതിന് ശേഷം നാഷണൽ ഹൈവേ മെയിൻ ഹൈവേ ഓപ്പൺ അല്ല, സർവീസ് റോഡിൽ തന്നെ മുഴുവൻ വാഹനങ്ങളും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദീർഘദൂര ബസ് യാത്രക്കാർ അതേപോലെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് കാണിച്ചു നിൽക്കുമ്പോൾ അവർ നിർത്തും, വാങ്ങും. ആവശ്യക്കാർക്ക് നമ്മൾ മാക്സിമം എത്രയാണോ ആവശ്യമുള്ളത് അതൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്യും. നമുക്ക് അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, അതേപോലെ കപ്പലുകൾ ഉണ്ടാവും, വാട്ടർ വെള്ളം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനത്തെയുള്ള ഒരാൾക്ക് നോമ്പ് തുറക്കാൻ പറ്റാവുന്ന ഒരു കിറ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ആളുകളുടെ സഹായങ്ങളുണ്ട്. നമ്മൾ KMCC കമ്മിറ്റികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകളും വ്യക്തിഗത സംഭാവനകളൊക്കെ ഒരുപാട് ഇതിനുണ്ട്. ഈ നല്ല ഒരു സംരംഭം ആയതുകൊണ്ട് ഒരുപാട് യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന സംവിധാനം ആയതുകൊണ്ട് ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയും KMCയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദേശീയപാത ഓരം, അതായത് കൊളപ്പുറം ടൗണിൽ കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാത്രക്കാർക്കൊരു നോമ്പുതുറ, അത് യാത്രക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതും അതുപോലെ ഈ കൊളപ്പുറം ഹൈവേയിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ തരം യാത്രക്കാർക്കും ഇവിടുന്ന് നോമ്പ് തുറത്തിനുള്ള വിഭവങ്ങൾ കൈപ്പറ്റിയിട്ട് പോകാൻ പറ്റും. അതിനുള്ള സൗകര്യമാണ് ഇവിടുത്തെ നഗർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.